നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിന് പിന്നാലെ ജഡ്ജി ഹണി എം വർഗീസിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ജുഡീഷ്യറിയുടെ എതിർപ്പ് സർക്കാർ ഗൗരവത്തിലെടുക്കും. ജഡ്ജി ഹണി എം വർഗീസിനെതിരെയുള്ള വ്യാജ ആരോപണങ്ങളിൽ അന്വേഷണം വരും. കോടതിയുടെ വിശ്വാസ്യത ചോർത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളിൽ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരടക്കം അതൃപ്തിയിലാണ്. മംഗളത്തിൽ എസ് നാരായണനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതാണ് ജഡ്ജിക്കെതിരായ ആക്രമണത്തിന് പ്രധാന കാരണം. പ്രതിയായിരുന്ന ദിലീപ് കോടതി മുറിയിലേക്ക് കയറി വന്നപ്പോൾ വിധി പറയേണ്ട ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകളും എത്തി. എല്ലാ കേസുകളിലും പാലിക്കുന്ന കോടതി കീഴ്വഴക്കങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും ഭാഗമായി ആദ്യം ജഡ്ജി മുന്നിലിരിക്കുന്നവരെ കൈകൂപ്പി വണങ്ങിയിട്ടാണ് തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാറുള്ളത്. ഈ കീഴ്വഴക്കം മാത്രമാണ് ദിലീപ് ഉൾപ്പെട്ട കേസിന്റെ വിധി പ്രഖ്യാപന വേളയിലും ജഡ്ജി പാലിച്ചതെന്ന് വ്യക്തമായിരുന്നു. എന്നിട്ടും സൈബർ ആക്രമണമുണ്ടായി. ദിലീപ് കോടതി ഹാളിലെത്തിയ ശേഷമാണ് ജഡ്ജി വന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇത്തരത്തിൽ ജഡ്ജിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പല വ്യാജ പ്രചരണവും നടക്കുന്നു. ഇവർക്കെതിരെ യുക്തമായ നടപടിയെടുക്കാനാണ് സർക്കാർ തീരുമാനം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകും. ജുഡീഷ്യറിയെ സംശയത്തിൽ നിർത്തുന്നതൊന്നും അംഗീകരിക്കില്ല. CPM മുൻ ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ മകളാണ് ഹണി വർഗീസ്. ഈ പരാമർശവും സൈബർ ആക്രമണത്തിൽ നിറയുന്നുണ്ട്. ഇത്തരം വ്യക്തിപരമായ നിലപാടുകൾ ഹണി വർഗീസിനെ ഒരിക്കലും സ്വാധീനിക്കാറില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതിനിടെ വിധി ചോർന്നതായി ആരോപിച്ചുള്ള ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനും രംഗത്ത് വന്നു. കത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. ജഡ്ജി ഹണി എം വർഗീസ് തന്റെ സുഹൃത്തിനെ കൊണ്ട് വിധി തയ്യാറാക്കുകയും ദിലീപിന്റെ സുഹൃത്തും കേസിലെ പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചുവെന്നാണ് ഊമക്കത്തിലുള്ളത്. 2 എന്ന തീയതി വച്ചിട്ടുള്ള കത്തിൽ പൗരൻ എന്ന പേരിലാണ് കത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു ആധികാരികതയുമില്ലാത്ത ഊമക്കത്ത് ചർച്ചയാക്കിയും സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഈ ഊമക്കത്തുകാരനെ കണ്ടെത്താനും ശ്രമം ഉണ്ടാകും. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം കോടതി തള്ളിയതോടെ കേസിൽ കൂടുതൽ ദുരൂഹതകൾ പുറത്തുവരുന്നുണ്ട്. ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന തരത്തിൽ അല്ലെങ്കിൽ ദിലീപിനെതിരെ തെളിവില്ല എന്ന കോടതിയുടെ കണ്ടെത്തൽ പുറത്തു വരുമ്പോൾ പിന്നെ ആർക്കു വേണ്ടിയാണ് പൾസർ സുനി ഈ കൊട്ടേഷൻ നടപ്പിലാക്കിയത് എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. വിശദവിധി വരുമ്പോൾ മാത്രമേ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ. കേസിൽ പലതരം ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നതാണ് ഇത്തരത്തിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ ഉള്ളത്.